ആലപ്പുഴയിൽ ടാക്സി കാറുകൾക്ക് നേരെ ആക്രമണം. KSRTC ബസ് സ്റ്റേഷന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകളാണ് ആക്രമിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. തെക്കനാരിയാട് അവലൂക്കുന്ന് കണ്ടത്തിൽ വീട്ടിൽ അനീഷിന്റെ ഇന്നോവയും തെക്കനാരിയാട് മുപ്പശ്ശേരി വീട്ടിൽ സജിമോന്റെ എർട്ടിഗ കാറുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നോവയുടെ മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ കല്ലിന് ഇടിച്ചു തകർത്ത നിലയിലാണ്. എർട്ടിഗയുടെ പിൻഭാഗവും കല്ലിന് കുത്തിപ്പൊട്ടിച്ച നിലയിലാണ്. 2 വാഹനങ്ങൾക്കുമായി 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത്. ഇത് സംബന്ധിച്ച് വാഹന ഉടമകൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആക്രമണത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. CITU, BMS, INTUC ഭാരവാഹികളായ റജീബ് അലി, കണ്ണൻ, അനസ്, സുനിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇന്നോവയുടെ ഫ്രണ്ട് ചില്ലും ബാക്ക് ചില്ലും സൈഡ് ചില്ലും 3 ചില്ലുകളാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പോലീസ് പറയുന്നത്. അവ പണ്ട് പ്രൈവറ്റ് ബസ്സിലേക്ക് കിളിയായിരുന്നു. ഇത് ഏതാണ്ട് KSRTC ബസ് സ്റ്റാൻഡിൽ 40 വർഷക്കാലത്തോളം ഓടുന്ന ടാക്സി തൊഴിലാളികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് KSRTC. ഇത് ഏതാണ്ട് മനഃപൂർവ്വം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. ഇവിടെ ഇപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാര്യം, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ വേറെ പല അനാശാസ്യത്തിനും പലരും ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട പുതിയ DYSP വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്ന് ഇവരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്നു. അപ്പൊ ഇവരെ കാണാൻ വരുന്ന ചില ആൾക്കാരുടെ വിളയാട്ടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 മാസമായിട്ട് ഓഫ് സീസൺ ആണ്, ഓട്ടം വളരെ കുറവാണ്. ചാർജ് കുറച്ചാൽ പോലും ഇപ്പൊ ആധുനിക ചില ഓൺലൈൻ ടാക്സികൾ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ടൊരു ചാർജ് ഇങ്ങോട്ടൊരു ചാർജായിട്ട് ഓടുന്നു. ഇതെല്ലാം ഈ തൊഴിലാളികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങളൊരു യൂണിയനായിട്ടല്ല, സംയുക്തമായിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നീതിപൂർവമായി നിയമപാലകർ ഇടപെട്ട് ഈ തൊഴിലാളിയുടെ ഈ വാഹനത്തിനുണ്ടായ 2 വാഹനത്തിനുണ്ടായ നഷ്ടപരിഹാരം കണ്ടെത്തി തരണമെന്നാണ്, ഈ ക്രിമിനലുകൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.